കോൺഗ്രസിൻ്റെ ചർച്ചകളിലൊക്കെ പങ്കെടുക്കുന്ന ഡോക്ടർ ജിൻഡോ ജോൺ കഴിഞ്ഞ ദിവസം ഉണ്ണികൃഷ്ണൻ എന്ന പരാമർശം നടത്തിയതുമായി ബന്ധപ്പെട്ട് മാപ്പ് പറയുകയുണ്ടായി. മാപ്പ് പറയേണ്ട ആവശ്യമുണ്ടായില്ല ഷിബിലി. അത് യഥാർത്ഥത്തിൽ അങ്ങനെ മാപ്പ് പറയേണ്ടി വന്നത് കേരളത്തിൻ്റെ ഗതികേടാണ് കേട്ടോ. അതിൽ ഞാൻ പറഞ്ഞു വെക്കാണ്, അത് വിശദീകരിക്കാം. അതിലേക്ക് വരണം. പിന്നെ അദ്ദേഹം അതിനു മുന്നേ മറ്റൊരു പോസ്റ്റ് ഇട്ടിരുന്നു, വൈപ്പിനിലെ CPM ഇനി ഷൈൻ ചെയ്യില്ല എന്നുള്ളത്. അതിനെ കൂടി എങ്ങനെയാണ് വിലയിരുത്തുന്നത്? യഥാർത്ഥത്തിൽ ഇപ്പോൾ ഉണ്ടായിട്ടുള്ള വിഷയം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ. അതായത് ഷൈൻ ടീച്ചറെയും ഒരു MLA-യും പറ്റിയൊക്കെ പറഞ്ഞിട്ടുള്ള ചില പരാമർശങ്ങൾ അത് വലിയ തോതിൽ വിവാദമായി നിൽക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ ഈ പറയുന്ന ജിൻഡോ അത്തരത്തിലുള്ളൊരു പോസ്റ്റ് ഇട്ടത്. ആ പോസ്റ്റ് ഇട്ടപ്പോൾ ജിൻഡോ അതിനകത്ത് ചില സൂചനകൾ കൊടുത്തിരുന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ജിൻഡോയെ പോലൊരാൾ, അദ്ദേഹത്തെ എനിക്ക് അറിയാവുന്ന ഒരാളാണ്. ഞാനും അടിയന്തരാവസ്ഥയുടെ 50 കൊല്ലങ്ങൾ എന്ന് പറഞ്ഞ് ക്രൈം ഓൺലൈൻ നടത്തിയ ചർച്ചയിൽ ഞാനും പിയേഴ്സൺ മാഷും അദ്ദേഹവും ഒക്കെ പങ്കെടുത്തതാണ്. അപ്പോൾ ജിൻഡോ വളരെ നല്ലൊരു കോൺഗ്രസ്സുകാരനായിട്ടാണ് നമുക്ക് എല്ലാവർക്കും തോന്നിയിട്ടുള്ളത്. പക്ഷേ ജിൻഡോക്ക് പറ്റിയൊരു അബദ്ധമാണ്. ജിൻഡോ അത്തരത്തിലുള്ളൊരു കുറിപ്പ്, അദ്ദേഹം അതിപ്പോഴും പിൻവലിച്ചിട്ടില്ല, അതിൽ ഉറച്ചു നിൽക്കുന്നു എന്നാണ് പറയുന്നത്. അതിൽ കുറിപ്പിൽ ചില സൂചനകൾ കൊടുത്തിട്ടുണ്ട്, ആളുകൾ ആരാണ് എന്ന് മറ്റുള്ളവർക്ക് മനസ്സിലാകുന്ന രീതിയിലുള്ള ചില സൂചനകൾ കൊടുത്തിട്ടുണ്ട്. അത് കൊടുക്കാൻ പാടില്ലായിരുന്നു, വേണ്ട ആവശ്യമില്ലായിരുന്നു എന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ. നേരത്തെ തന്നെ ഇക്കാര്യത്തിൽ അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. അത് രണ്ട് വ്യക്തികൾ തമ്മിലുള്ള ഒരു സ്വകാര്യതയുടെ പ്രശ്നമാണെങ്കിൽ, അതിൻ്റെ അല്ലെങ്കിൽ അവരുടെ മാത്രം ഒരു ധാർമ്മികതയുടെ പ്രശ്നമാണെങ്കിൽ അതിലേക്കൊന്നും സമൂഹം എന്ത് ചെയ്യേണ്ടതില്ല, ഒളിഞ്ഞു നോക്കേണ്ടതില്ല എന്ന് ഞാൻ പറഞ്ഞിരുന്നു. അതിപ്പോൾ ഞാൻ രാവിലെ ഷാജഹാനുമായിട്ട് തന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ സംസാരിച്ചപ്പോൾ അദ്ദേഹത്തോടൊക്കെ ഞാൻ പറഞ്ഞിരുന്നു. പക്ഷേ അദ്ദേഹം മറ്റൊരു വാദമാണ് മുന്നോട്ട് വെക്കുന്നത്. ഞാൻ പിന്നെ തർക്കിക്കാനൊന്നും പോയില്ല എന്നുള്ളതാണ് വാസ്തവം. ഇതിൽ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, ആ പോസ്റ്റിലെ ആകെത്തുക എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള ഒരു മൊറാലിറ്റി പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് CPM ഇറങ്ങിത്തിരിക്കേണ്ട എന്നുള്ളതാണ് ജിൻഡോ ഉദ്ദേശിച്ചത്. പക്ഷേ ആ ഉദ്ദേശിച്ചതിൽ ചില ചെറിയ പാളിച്ചകൾ ജിൻഡോയ്ക്ക് പറ്റി എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അത് മനഃപൂർവ്വമല്ല. ജിൻഡോ കുറച്ചുകൂടി ഒരു പച്ചയായ മനുഷ്യനായതുകൊണ്ട് ചില കാര്യങ്ങൾ എഴുതിയപ്പോൾ അത് എന്ത് ചെയ്തു, ഒരു പാളിച്ച പറ്റി എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. അത് ആവശ്യമില്ലായിരുന്നു, അല്ലെങ്കിൽ ഒഴിവാക്കാമായിരുന്നു എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇത് പറയുമ്പോൾ തന്നെയാണ് ഇവിടെടുത്ത് പറയട്ടെ, ഇത് നിയമപരമായി കേസെടുക്കാനോ എന്ത് ചെയ്യാനോ ഒന്നും പറ്റില്ല, പൂട്ടാനോ ഒന്നും പറ്റില്ല. അപ്പോൾ ആ പോസ്റ്റിൽ വളരെ പ്രധാനപ്പെട്ട ഒരു വാക്കായിട്ട് ഉപയോഗിച്ചിരുന്നത് ചില ഉണ്ണികൃഷ്ണന്മാർ ഉണ്ട് എന്ന് പറഞ്ഞിട്ടാണ്. അപ്പോൾ ഇതിന് ശേഷം ഷിബിലി ഈ പ്രശ്നം എങ്ങനെയാണ് വന്നത് വെച്ചാൽ, ഇപ്പോൾ കഴിഞ്ഞ ദിവസം മാധു ചർച്ച നടത്തി. മാതൃഭൂമിയിലെ പ്രൈം ടൈം ഡിബേറ്റ് ഉണ്ടല്ലോ, മാധു എനിക്ക് ഇഷ്ടപ്പെട്ട നല്ല ഒരു അവതാരികയാണ്. മാധു വളരെ അഗ്രസീവായി ചർച്ചകളെ കൊണ്ടുപോകുന്ന ഒരാളാണ്. പലപ്പോഴും ആളുകളോട് ഭയങ്കരമായി തർക്കിക്കുകയും ചെയ്യുന്ന ഒരാളാണ്. ഇപ്പോൾ നമ്മുടെ സുഹൃത്ത് PV അൻവറുമായിട്ടൊക്കെ ഉണ്ടായിട്ടുള്ള മറ്റേ ദളിത് കമ്മ്യൂണിറ്റിയിലെ ആളുകൾ ലിപ്സ്റ്റിക് ഇടുന്നു എന്നൊക്കെ പറയുന്നത്, ആ ചർച്ചയൊക്കെ കേട്ടപ്പോൾ എന്തൊക്കെയാണ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, എന്ത് അബദ്ധമാണ് എന്നൊക്കെ പറഞ്ഞ് മാധു അല്ലെങ്കിൽ തന്നെ ഒരു വികാരം കൊള്ളുന്ന ഒരാളാണ്. അപ്പോൾ മാധു തന്നെ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, വീട്ടിൽ വരുമ്പോഴത്തേക്കും അത്രയൊന്നും ദേഷ്യം കാണിക്കേണ്ടിയിരുന്നില്ല എന്നൊക്കെ വീട്ടിലുള്ള ആളുകൾ തന്നെ പറയുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാനതുകൊണ്ട് ഇവരെയൊക്കെ തന്നെ വളരെ കൃത്യമായി ഫോളോ ചെയ്യുന്ന ഒരാളാണ്. എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഷിബിലിക്ക് അറിയാമല്ലോ, എനിക്ക് മാധ്യമ ലോകത്തോട് വലിയ താല്പര്യമുള്ളതുകൊണ്ട് നമ്മുടെ മിക്കവാറും ആളുകളൊക്കെ തന്നെ എന്ത് ചെയ്യാറുണ്ട്, ശ്രദ്ധിക്കാറുണ്ട്. വാർത്തകളൊന്നും കുറവാണ് കേൾക്കുന്നത്. വാർത്തകൾ മിക്കവാറും ഇംഗ്ലീഷോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ചാനലുകളൊക്കെ മാത്രമേ നമ്മൾ എന്ത് ചെയ്യാറുള്ളൂ, കേൾക്കാറുള്ളൂ. പക്ഷേ എങ്കിലും ഇപ്പോൾ അഭിലാഷ് മോഹനാണെങ്കിലും മാധുവൊക്കെ ആണെങ്കിലും നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, ശ്രദ്ധിക്കാറുണ്ട്. ഷിബിലിക്ക് അറിയുന്ന പോലെ ഉണ്ണി ബാലകൃഷ്ണൻ സാറോ അല്ലെങ്കിൽ MV നികേഷ് കുമാറോ ഇത്തരത്തിൽ ഇന്ത്യ വിഷൻ്റെ ഒരു ഹിസ്റ്ററിയൊക്കെ തന്നെ ഞാൻ വളരെ ഗംഭീരമായി ശ്രദ്ധിക്കുന്ന ഒരാളാണ്. അപ്പോൾ അങ്ങനെ ശ്രദ്ധിക്കുന്ന ഒരാൾ തന്നെയാണ് മാധു എന്ന് പറയുന്നത്. മാധു ഈ ചർച്ച തുടങ്ങുമ്പോൾ ഈ ഒരു ചർച്ചയിൽ ഇരുന്നേച്ചത് ഒന്ന് ജിൻഡോ ജോണാണ്, ഡോക്ടർ ജിൻഡോ ജോൺ. അടുത്തത് രണ്ടാമത്തേത് നമ്മുടെ ജെയ്ക്സി തോമസ് ആണ്. മൂന്നാമത്തേത് ഇരുന്നത് പ്രേംകുമാർ എന്ന് പറയുന്ന ആളാണ്. ഇത്തരത്തിലുള്ള ആളുകളാണ് ഈ ചർച്ച. അപ്പോൾ ഈ ചർച്ചയിൽ ഈ ഷൈൻ ടീച്ചർ അപമാനിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ച തുടങ്ങിയപ്പോൾ തന്നെ യഥാർത്ഥത്തിൽ മാധു ജിൻഡോ ജോണിന് അവസരം കൊടുക്കുകയും ജിൻഡോയോട് പിന്നീട് ഈ ഉണ്ണികൃഷ്ണന്മാർ എന്നൊക്കെ എഴുതിയത് എങ്ങനെയാണ് താങ്കൾ ന്യായീകരിക്കുക, താങ്കൾ തന്നെ ഒരു മോശപ്പെട്ട പോസ്റ്റ് ഇട്ടതല്ലേ എന്നൊക്കെ പറയുകയൊക്കെ ചെയ്തു. അപ്പോൾ അതിനുശേഷം ഈ ചർച്ച ഭയങ്കര ചൂടുപിടിച്ച ചർച്ചയായിരുന്നു ആദ്യം പോലെ. കാരണം ജെയ്ക്സി തോമസ് ഇത്തരത്തിലുള്ള മോശപ്പെട്ട ആളുകളോടൊപ്പം ഞാൻ ചർച്ചയ്ക്കിരിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞു തന്നെ എന്ത് ചെയ്തു, ഒഴിവായി. ആ ചർച്ചയിൽ വെച്ച് തന്നെ പ്രേംകുമാർ എന്ന് പറയുന്ന ഒരു CPMൻ്റെ സഹയാത്രികൻ, അദ്ദേഹം MN കാരശ്ശേരി മാഷെ പോലും വഷളൻ എന്നൊക്കെ വിളിക്കുന്ന ഒരു കാര്യമുണ്ട്. MN കാരശ്ശേരി മാഷ് ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കാര്യത്തിൽ എടുത്ത നിലപാടിനോടൊന്നും ഞാൻ യോജിക്കുന്നില്ല. കാരണം രാഹുൽ മാങ്കൂട്ടത്തിലെ ഭാവി പോകില്ലേ എന്നൊക്കെ ചോദിക്കുന്ന ചോദ്യമൊക്കെ അദ്ദേഹം ചോദിക്കാൻ പാടില്ലാത്തായിരുന്നു, അത് വേറെ കാര്യം. പക്ഷെ എങ്കിൽ പോലും വളരെ പരിണിതപ്രജ്ഞനായ ഈ പറയുന്ന പോലെ വാർദ്ധക്യത്തിൽ നിൽക്കുന്ന MN കാരശ്ശേരി മാഷെ പോലുള്ള ആളോട് വഷളൻ എന്നൊക്കെ വിളിച്ചുകൊണ്ടാണ് ആ ചർച്ച മുന്നോട്ട് പോയത്. അതവിടെ നിൽക്കട്ടെ. ആ ചർച്ചയുടെ ക്ലിപ്പിങ്സ് ഒന്നും നമുക്ക് കേൾപ്പിക്കാൻ പറ്റാത്തതുകൊണ്ടാണ്. അല്ലെങ്കിൽ അതിൻ്റെ ഇടക്ക് ഈ ഉണ്ണികൃഷ്ണൻ എന്ന് ഉദ്ദേശിച്ചത് ആരെയാണ് എന്ന് ചോദിക്കുന്നു. അപ്പോൾ യഥാർത്ഥത്തിൽ ഈ ജിൻഡോ ജോൺ പറയുന്നു, ഉണ്ണികൃഷ്ണൻ എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിൻപുറത്തൊക്കെ തന്നെ
യഥാർത്ഥത്തിൽ ഈ പറയുന്ന ഇത്തരത്തിൽ അസന്മാർഗിക പ്രവർത്തനങ്ങളൊക്കെ നടക്കുന്ന ആളുകളെ സൂചിപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന പദമാണ് എന്ന് പറയുന്നു. അപ്പം അത് വളരെ മാന്യത കാണിച്ചു. സാധാരണ ഇപ്പോൾ ഒരു ആൾ ചർച്ചയ്ക്ക് ഇരിക്കുമ്പോൾ അതൊരു വിവാദം ഉണ്ടായാൽ അവരുടെ ചർച്ചയ്ക്ക് അത് ഗുണകരമാവുകയാണ് ചെയ്യുക. പക്ഷേ മാധു പറഞ്ഞു ഇത് വലിയ വിവാദമാവുകയും വലിയ പ്രശ്നമാകുമെന്ന് ചൂണ്ടിക്കാണിച്ചു. പക്ഷേ ചൂണ്ടിക്കാണിച്ചിട്ടും ജിൻഡോയ്ക്ക് ആ പെട്ടെന്ന് ഉണ്ടായ സംഭവത്തിൽ പല ഇടപെടലുകൾ ഉണ്ടായതുകൊണ്ട് ജിൻഡോ ഒന്ന് ഷാറ്റേഡായി. അതുകൊണ്ട് ജിൻഡോയ്ക്ക് അത് തിരുത്താൻ പറ്റില്ല. ജിൻഡോ ലാസ്റ്റ് എത്തിയപ്പോഴത്തേക്കും ഇത് ഞാനല്ല പറഞ്ഞത് മാധുവാണ് പറഞ്ഞതൊക്കെയായി. അതല്ല, യഥാർത്ഥത്തിൽ ജിൻഡോ തന്നെയാണത് പറഞ്ഞത്. അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം അങ്ങനെ അല്ല, എല്ലാ ഉണ്ണികൃഷ്ണന്മാരും അങ്ങനെ അല്ല എന്നൊക്കെ പറഞ്ഞ് ജിൻഡോ പോവുകയും പിന്നെ ഏറ്റവും ഒടുവിൽ ജിൻഡോ അതിന് ശേഷം പിറ്റേ ദിവസം അദ്ദേഹം ക്രൈം ഓൺലൈനിൽ നേരത്തെ ഇൻ്റർവ്യൂ കൊടുത്തിട്ടുണ്ട് ഗൗതത്തിൻ്റെ അടുത്ത് തന്നെ. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇന്നലെ ഒരു മാധ്യമ ചർച്ചയിൽ അവതാരകമായിട്ടുള്ള തർക്കത്തിനിടയിൽ ഉണ്ണികൃഷ്ണൻ എന്ന പേരുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യത്തിൽ എനിക്കൊരു നാക്കുപിഴ സംഭവിച്ചു പോയതിൽ ഖേദമുണ്ട്. ഞാൻ പറയാൻ ഉദ്ദേശിച്ച രീതിയിലല്ല അതെനിക്ക് അവതരിപ്പിക്കാൻ സാധിച്ചത്. പറഞ്ഞു വന്നപ്പോൾ പറയാൻ ഉദ്ദേശിച്ചതിൽ നിന്ന് മാറ്റമുണ്ടായി. അതുകൊണ്ട് തന്നെ ആ വാക്ക് പ്രയോഗത്തിൽ എനിക്ക് ചിലർക്ക് വിഷമമുണ്ടായത് അറിയുന്നു. എൻ്റെ മാത്രം വാക്കുപിഴയിൽ പാർട്ടിയല്ല ഞാനാണ് തിരുത്തേണ്ടത്. എൻ്റെ പ്രവൃത്തിയുടെയോ വാക്കുകളുടെയോ പേരിൽ യാതൊരു വിധത്തിലും പാർട്ടി തെറ്റിദ്ധരിക്കപ്പെടാനോ പാടില്ല. ആയതിനാൽ മനഃപൂർവ്വമല്ലാത്ത ആ വാക്കുകളിൽ വിഷമം തോന്നിയവർ എന്നോട് ക്ഷമിക്കണം എന്ന് പറഞ്ഞുകൊണ്ടാണ് എന്ത് ചെയ്ത് ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടേക്കണം. പിന്നെയും അദ്ദേഹം എഴുതിയിട്ടുണ്ട്, ഞാൻ ദൈവനിഷേധിയോ മതനിഷേധിയോ അല്ല. എൻ്റെ ജീവിത വ്യവഹാരങ്ങളിലൂടെ ബോധ്യപ്പെടാത്തവരെ എനിക്ക് തൃപ്തിപ്പെടുത്താൻ കഴിയില്ല. എന്നാലും എനിക്ക് തെറ്റായിപ്പോയെന്ന് ബോധ്യപ്പെട്ട ഒരു വാക്കിൻ്റെ മറപറ്റി ഞാൻ ഒരിക്കലും മനസ്സിൽ വിചാരിക്കാത്ത വർഗീയ വിഷം പ്രചരിപ്പിക്കുന്നവരെ ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്നൊക്കെ പറഞ്ഞ ആ പോസ്റ്റ് നീളുകയാണ്. അപ്പോൾ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഇത് കേരളത്തിൻ്റെ ഗതികേടാണ്. മനസ്സിലായോ? മാധുവിനും തെറ്റുപറ്റിയത് മാധുവിനാണെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ മാധു പോലും ഈ പറഞ്ഞ പോലെ അറിഞ്ഞോ അറിയാതെയോ ഇത്തരത്തിൽ വർഗീയ വികാരങ്ങൾ വ്രണപ്പെടാൻ നിൽക്കുന്നവരെ ഈ ഒരു കാര്യം എന്ത് ചെയ്യാണ് ചെയ്തത്, ചൂണ്ടിക്കാണിക്കുക ചെയ്തത്. മാധുവിന് പക്ഷേ വേറെ വഴിയില്ല. കാരണം മാധു മാതൃഭൂമി എന്ന് പറയുന്ന ഒരു സ്ഥാപനത്തെ റെപ്രസെൻ്റ് ചെയ്യുന്ന ഒരാളുകളാണ്. മാതൃഭൂമിയിൽ മീശ എന്ന് പറയുന്ന നോവൽ വന്നപ്പോൾ ഉണ്ടായിട്ടുള്ള പുകിലെന്താണെന്ന് നമുക്ക് എന്ത് ചെയ്യാം അറിയാം. കാലഘട്ടവും നമ്മുടെ കേരളവും ഒക്കെ എത്തി നിൽക്കുന്ന അപകടാവസ്ഥയാണ് ഈ സംഭവവും അതുപോലെ തന്നെ ജിൻഡോ ജോണൊക്കെ മാപ്പ് പറഞ്ഞ സംഭവവും സൂചിപ്പിക്കുന്നത്. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ശിവലി, യഥാർത്ഥത്തിൽ ഇപ്പോൾ ഉണ്ണികൃഷ്ണൻ എന്ന് പറയുന്ന ഒരു പേര് ജിൻഡോ ഇങ്ങനെയുള്ള ആളുകളെ വിളിക്കുന്നതാണെന്ന് പറഞ്ഞു തോന്നുന്നു. ജനനം കൊണ്ട് ഞാനും ഹിന്ദുവാണ്, ഇത് കേട്ടിരിക്കുന്ന നിരവധി ഹിന്ദുക്കളുണ്ടാവും. നമ്മളുടെ ഒന്നും വികാരം വ്രണപ്പെടേണ്ട ഒരു ആവശ്യം ഇല്ല. അത് കൃഷ്ണൻ എന്ന് പറയുന്ന ദൈവത്തിൻ്റെ പേര് അദ്ദേഹം ഉപയോഗിച്ചു എന്ന് പറഞ്ഞ് വ്രണപ്പെടേണ്ട ആവശ്യമില്ല. അങ്ങനെ വ്രണപ്പെടുന്നവരാണ് നമ്മളെങ്കിൽ, ഇതുപോലെ നമ്മൾ ഇങ്ങനെ പറയുന്ന ആളുകളെയൊക്കെ ചീത്ത വിളിക്കാൻ പോകുന്നവരാണെങ്കിൽ യഥാർത്ഥത്തിൽ മറ്റേ ഇത് തന്നെയല്ലേ ഷിബിലി മറ്റേ ജോസഫ് ഭാഷ കൈവിട്ടിവരും ചെയ്ത്. മുഹമ്മദ് ദൈവത്തിന് ശക്തിയുണ്ട് എന്നും യഥാർത്ഥ വിശ്വാസികൾ, ഇന്നലെ മറ്റേ പിണറായി വിജയൻ പറഞ്ഞ പോലെ യഥാർത്ഥ വിശ്വാസികൾ ആരാണെന്നും മനസ്സിലാക്കിയാൽ യഥാർത്ഥ വിശ്വാസി ദൈവത്തിൽ എന്ത് ചെയ്യുന്നവരാണ്, ആരോടും ദ്വേഷമില്ലാത്തവനും കൃത്യമായി എല്ലാം സഹിക്കുന്നവനും ദൈവത്തിൻ്റെ ശക്തിയിൽ എന്ത് ചെയ്യുന്നവനുമാണ്, വിശ്വസിക്കുന്നവരാണ്. അപ്പം ദൈവം എന്ത് ചെയ്തോളും, ശിക്ഷിച്ചോളും. മനസ്സിലായി? ഇപ്പം നബി തിരുമേനിക്ക് ശക്തി ഉണ്ടെങ്കിൽ അദ്ദേഹം ശിക്ഷിച്ചോളൂല്ലേ എന്ത് ജോസഫ് ആണ്. അല്ലാതെ നമ്മളെന്തിനാണ് ദൈവത്തിൻ്റെ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് വേറൊരാളെ ശിക്ഷിക്കാൻ നമ്മൾ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, പോകേണ്ട ആവശ്യമില്ല. ഇവിടെയും അത് പോകേണ്ട ആവശ്യമില്ല. പക്ഷേ ഇതൊക്കെ രാഷ്ട്രീയ നേട്ടങ്ങൾക്ക് വേണ്ടി ഉപയോഗപ്പെടുന്നതുകൊണ്ട് ബി ഗോപാലകൃഷ്ണ പോലെയുള്ള ആളുകൾ എടുത്തു വെച്ച് ഇതൊരു സുവർണാവസരമായി കണ്ടുകൊണ്ട് ദൈവമേത കൃഷ്ണ ഭക്തരെല്ലാവരും എന്ത് ചെയ്യപ്പെട്ടു, അപമാനിക്കപ്പെട്ടു, ഞങ്ങൾ വ്രണപ്പെട്ടു എന്ന് പറയാണ്. അതാണ് ഞാൻ പറഞ്ഞത് കേരളത്തിൻ്റെ ഏറ്റവും വലിയ ഗതികേടാണ്. കേരളത്തിൻ്റെ ഏറ്റവും വലിയ ബുദ്ധിമുട്ടും ഗതികേടതാണ്. ഇപ്പം ഈ സംഭവം പറയുമ്പോൾ കേരളം എത്രത്തോളം മാറിയെന്ന് നിങ്ങൾ വിചാരിക്കണം. 1973 നിർമാല്യം പോലൊരു സിനിമ ഇറങ്ങിയത്. അന്ന് ഞാൻ ജനിച്ചിട്ടില്ല. അതിനുശേഷം ഞാൻ ആ സിനിമ കാണുമ്പോൾ വെളിച്ചപ്പാട് ഭഗവതിയുടെ മുഖത്ത് ഒപ്പുന്നതാണ്. അതായത് അവൻ്റെ ജീവിതം രക്ഷപ്പെടാത്തതുകൊണ്ട് അത്തരത്തിലുള്ള സിനിമകൾ ഈ പറയുന്ന നമ്മുടെ അടുത്തൊക്കെ വന്ന് പ്രത്യേകമായ ഷോ നടത്തുകയും അത് കാണാൻ നിരവധി ആളുകൾ ഉണ്ടാവുകയും ചെയ്തിട്ടുള്ള ഒരു കാലഘട്ടമുണ്ട് നിർമാല്യത്തിൽ. മനസ്സിലായി? പിജാൻ്റെയൊക്കെ പരിചയം. അപ്പോൾ അത്തരത്തിൽ ഷോ കണ്ടിട്ടുള്ള ആളാണ് ഞാൻ വളരെ കുഞ്ഞുനാളിലിരുന്നത്. എന്ന് പറഞ്ഞാൽ ഇത് വർഷങ്ങൾക്ക് ശേഷം പോലും. അപ്പോൾ ആ സമയത്തുള്ള ഒരു സിനിമ നമുക്ക് ഇറക്കാൻ പറ്റില്ല. പിന്നെ മാധു പറഞ്ഞൊരു കാര്യം, അങ്ങനെ വിളിക്കുന്നത്, മാധുവിന് 35 വയസ്സായി എന്ന് പറയുന്നു. മാധു നല്ല അവതാരികയാണ്, ഗംഭീരമായിട്ടുള്ള ജേർണലിസ്റ്റാണ്, ആ കാര്യത്തിൽ നമുക്ക് തർക്കമില്ല. പക്ഷെ മാധു പറഞ്ഞത് തെറ്റാണ്. യഥാർത്ഥം ഇങ്ങനെയുള്ള സൂചനകളൊക്കെ പല നമ്മുടെ നാട്ടിൻപുറത്ത് എന്ത് ചെയ്യാറുണ്ട്. കൃഷ്ണന് 16,008 ഭാര്യമാരുണ്ട്, അപ്പോൾ ഈ പറയുന്ന പോലെ കള്ളകൃഷ്ണനാണല്ലോ എന്നൊക്കെ പലപ്പോഴും സ്ത്രീകളോട് ഈ പറയുന്ന പോലെ അമിതമായ താല്പര്യം കാണിക്കുന്ന ആളുകൾ എന്ത് ചെയ്യാറുണ്ട്, വിളിക്കാറുണ്ട്. ഞാനൊരു ഉദാഹരണം പറഞ്ഞു തരാങ്ങട്. 1999 പുറത്തിറങ്ങിയിട്ടുള്ളൊരു സിനിമയുണ്ട്. ആ സിനിമയുടെ ഒരു പത്രം എന്നാണ്. ഞാൻ എൻ്റെ ജീവിതത്തിൽ രണ്ട് തവണ ഒരു സിനിമ കണ്ടിട്ടുള്ളത് അത് പത്രം എന്ന് പറഞ്ഞ സിനിമയാണ്. ഇപ്പം നമ്മൾ ഈ OTT-യിലൊക്കെ വന്നുകൊണ്ട് ചിലതൊക്കെ എന്ത് ചെയ്യും, വീണ്ടും ഇരുന്ന് കാണും ഷിബിലി. പക്ഷേ തിയേറ്ററിൽ പോയി നമ്മൾ ആകെ കണ്ടിട്ടുള്ള ഒരേ ഒരു സിനിമ എന്ന് പറയുന്നത്
പത്രം എന്ന് പറഞ്ഞ സിനിമയാണ്. ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. ഞാനന്നൊരു ഗവൺമെൻറ് ഓഫീസിൽ വർക്ക് ചെയ്യുമ്പോൾ എൻ്റെ അച്ഛനും അമ്മയും കൂടി വന്ന് വളരെ ചെറിയ പ്രായത്തിൽ തന്നെ ഞാനും എൻ്റെ അച്ഛനും അമ്മയും കൂടി പോയി കണ്ട എനിക്ക് വളരെ സുന്ദരമായിട്ടുള്ള ഓർമ്മകളുള്ള ഒരു സിനിമയാണത്. ആ 2 തവണ ഞാൻ ആ സിനിമ കണ്ടു. ആ സിനിമ കാണാൻ എന്നെ പ്രേരിപ്പിച്ചൊരു കാര്യം കൂടിയുണ്ട്. അന്നും ഇന്നും എനിക്ക് ഈ മാധ്യമങ്ങളോടും മാധ്യമ പ്രവർത്തനത്തോടും ഒക്കെ വലിയ താല്പര്യം ഉണ്ട്. അതുകൊണ്ടാണ് ഇപ്പം ഞാൻ ഈ പറയുന്ന പോലെ മാധു കഴിഞ്ഞ തവണ ഞാനൊരു ഇത് ചെയ്തപ്പോൾ പറഞ്ഞിരുന്നു, മാധു നരിവേട്ട കണ്ട് ഇറങ്ങിയിട്ട് മാധു ഫേസ്ബുക്കിൽ ഇട്ടിട്ടുള്ള ഒരു കുറിപ്പിനെ കുറിച്ച് പറഞ്ഞിരുന്നു. ഞാൻ ഉണ്ണി ബാലകൃഷ്ണൻ മുതൽ ഈ പറയുന്ന പോലെ അഭിലാഷ് മോഹൻ മുതൽ എം വി നികേഷ് കുമാർ മുതൽ മാധു വരെ നിരവധി ആളുകളെ വളരെ കൃത്യമായി എന്ത് ചെയ്യുന്നവരുണ്ട്, ശ്രദ്ധിക്കാറുണ്ട്. ഇപ്പോൾ ചർച്ചകളൊക്കെ കേൾക്കുന്നത് കുറവാണ്. ഷിബിലിക്കൊക്കെ അറിയാലോ, സമയത്തിൻ്റെ വലിയ പരിമിതി ഉള്ളത് കൊണ്ടിട്ട് നമ്മൾ വളരെ കാതലായ ചർച്ചകൾ മാത്രമേ എന്ത് ചെയ്യാറുള്ളൂ, കേൾക്കാറുള്ളൂ. അതുകൊണ്ട് എല്ലാം കേൾക്കാറില്ല. പക്ഷേ എങ്കിലും നമ്മൾ ഇതൊക്കെ ഒന്ന് ഓടിച്ചെന്ത് ചെയ്യും, ശ്രദ്ധിക്കുന്നതാണ്. അപ്പോൾ ഇതിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം, ആ പത്രം സിനിമയിൽ നന്ദഗോപാൽ എന്ന് പറയുന്ന ഒരു ചീഫ് എഡിറ്ററായി വരുന്ന ഒരു കഥാപാത്രത്തെയാണ് സുരേഷ് ഗോപി അഭിനയിക്കുന്നത്. ആ സിനിമ പുറത്തേക്ക് ഇറങ്ങാതിരിക്കാനായിട്ട് ഇവിടുത്തെയുള്ള പത്രമുത്തശ്ശിമാരും മനോരമയൊക്കെ ഒരുപാട് പണിയെടുത്തു എന്നാണ് പറയപ്പെടുന്നത്. കാരണം 7 ആർട്സ് ആയതുകൊണ്ടാണ് ആ സിനിമ പുറത്തേക്ക് ഇറങ്ങിയത്. കാരണം അവർക്കെതിരെയുള്ളൊരു കളിയാക്കലും പരിഹാസവും പത്രപ്രവർത്തനം എങ്ങനെയാണെന്നുള്ളതിനെക്കുറിച്ചുള്ള ചില കാര്യങ്ങളൊക്കെ ആ സിനിമയിലുണ്ടായിരുന്നു. അതിൽ വളരെ മിടുക്കനായിട്ടുള്ള ഒരു പത്രപ്രവർത്തകൻ, ഒരു പത്രം നടത്തുന്ന ശേഖരൻ എന്ന് പറയുന്ന ഒരു കഥാപാത്രമായിട്ടാണ് മുരളി അഭിനയിക്കുന്നത്. മുരളിയുടെ മകളായിട്ടാണ് നായികയായിട്ടുള്ള അതിഗംഭീരമായ പ്രകടനം കാഴ്ചവെച്ച ദേവിക ശേഖർ എന്ന് പറഞ്ഞ കഥാപാത്രമായിട്ടാണ് നമ്മുടെ മഞ്ജു വാര്യർ അഭിനയിക്കുന്നത്. ഈ മഞ്ജു വാര്യരുടെ ഒരു രംഗമുണ്ട്. അത് 31-ാമത്തെ മിനിറ്റ് കഴിയുമ്പോൾ ഒരു രംഗം. ആ രംഗത്തിലേക്ക് ഞാൻ എൻ്റെ പ്രേക്ഷകരുടെ ശ്രദ്ധ ക്ഷണിക്കുകയാണ്. ആ രംഗത്തിൽ മഞ്ജു വാര്യർ നേരെ വന്നിറങ്ങുന്നു. മഞ്ജു വാര്യർ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ഒരു ഓട്ടോറിക്ഷക്കാരനും അതുപോലെ തന്നെ ഒരു പോലീസുകാരനുമായിട്ടുള്ള തർക്കത്തിനിടക്കാണ്. പക്ഷേ അതിനുശേഷം ഈ മഞ്ജു വാര്യർ എന്ത് ചെയ്യുന്നു, വന്നു കയറുന്നു. അപ്പോൾ ഒരു പത്രം ഓഫീസാണ്. ആ പത്രം ഓഫീസിൽ അവിടെ കോനാതിരി എന്ന് പറയുന്ന ഒരു മാഷുണ്ട്. ആ കോനാതിരി എന്ന് പറയുന്നത് നമ്മുടെ തൃപ്പൂണിത്തുറയിലുള്ള MS തൃപ്പൂണിത്തുറ അവതരിപ്പിച്ചിട്ടുള്ള കഥാപാത്രമാണ് കോനാതിരി മാഷ് എന്ന് പറയുന്നത്. അപ്പോൾ ആ മാഷിൻ്റെ പുറത്ത് നിന്നൊരു ചൂളംവിളി കേൾക്കുന്നു. ചൂളംവിളി കേൾക്കുമ്പോൾ ആരാണ് എന്ന് ചോദിച്ചുകൊണ്ട് കോനാതിരി മാഷ് ചൂടാകുമ്പോഴത്തേക്കെന്ന് പറഞ്ഞാൽ ഈ ദേവു അല്ലാതെ ആരാണ് മാഷ് ഇവിടെ നിന്ന് ചൂളടിക്കാൻ എന്ന് പറഞ്ഞുകൊണ്ട് ചൂളം അടിച്ചുകൊണ്ട് മഞ്ജു വാര്യർ അകത്തേക്ക് വരും. അപ്പോൾ നിന്നോട് ഞാൻ പറഞ്ഞിട്ടില്ലേ, പെൺകുട്ടികൾ എന്ത് ചെയ്യാൻ പാടില്ല, ചൂളം അടിക്കാൻ പാടില്ല എന്ന് പറയുന്നത്. 1999 ഇറങ്ങിയ സിനിമയെന്ന് ആലോചിക്കണം. ചൂളം അടിക്കാൻ പാടില്ല എന്ന് പറയുന്നു. ഉടനെ തന്നെ ദേവു എന്ന് പറയുന്ന ദേവിക ശേഖർ പറയുന്നു, ഇവിടെ ഈ നാട്ടിൽ ആണുങ്ങൾക്ക് മാത്രമല്ല പെൺകുട്ടികൾക്കുമുണ്ട് സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞുകൊണ്ട് ആ പത്രത്തിൻ്റെ റൈറ്റ് സൈഡിൽ അടിച്ചു വച്ചിരിക്കുന്ന സ്വാതന്ത്ര്യം തന്നെ അമൃതം, സ്വാതന്ത്ര്യം തന്നെ ജീവിതം, പാരതന്ത്ര്യം മാനികൾക്ക്, മൃതിയേക്കാൾ ഭയാനകം എന്ന് പറയുന്ന ഒരു വാചകം എന്ത് ചെയ്യുന്നു, വായിച്ച് കേൾപ്പിക്കുന്നു. വായിച്ച് കേൾപ്പിച്ചിട്ട് നേരെ പറയുന്നു, ഇത് 100 ആവർത്തി മാഷ് വായിച്ചാൽ മതി, അപ്പോൾ മാഷ സൂക്കേട് മാറിക്കിട്ടുമെന്നാണ്. ആരോട്? കോനാതിരി മാഷ് എന്ന് പറഞ്ഞാൽ MS തൃപ്പൂണിത്തുറ ഉപയോഗിക്കുന്ന വളരെ പ്രായമുള്ള ഒരാളോട് സൂക്കേട് മാറിക്കിട്ടുമെന്നാണ് പറയുന്നത്. അപ്പോൾ എന്ത് സൂക്കേട് എന്ന് ചോദിക്കുമ്പോഴേക്കും, അല്ല ഈ പെണ്ണുങ്ങളെ കാണുമ്പോൾ ഈ പറഞ്ഞ പോലെ വേണ്ടാത്ത വിചാരങ്ങൾ അതെന്ത് ചെയ്യും, ദുഷ്വിചാരങ്ങൾ മാറിക്കിട്ടുമെന്ന് പറയുന്നു. അപ്പോൾ അദ്ദേഹം വീണ്ടും ഈ പറഞ്ഞ പോലെ കോനാതിരി ഭാഷ അതിനകത്ത് പറയുന്നു, കൃഷ്ണ അമ്പാടിക്കണ്ണ എന്ന് പറഞ്ഞിട്ട് എനിക്ക് സ്ത്രീകളെ കാണുമ്പോൾ വേണ്ടാത്ത വിചാരം ഉണ്ടാകുമെന്നോ എന്ന് ചോദിക്കുമ്പോൾ ആ സമയത്ത് ഈ ദേവിക ശേഖർ എന്ന് പറയുന്ന മഞ്ജു വാര്യർ പറയുന്ന ഒരു കമൻ്റുണ്ട്. ആ കമൻറ്റിൻ്റെ വെറുപാറ്റം ഇതാണ്, പിന്നെ കൃഷ്ണ കണ്ട, എപ്പോഴും ഈ പറഞ്ഞ പോലെ കൃഷ്ണ എന്നാണ് വിളിക്കുക. ചുമ്മാതല്ല മാഷക്ക് ആ തിരുമാലിയെ പോലെ ചില വേണ്ടാത്ത വിചാരങ്ങൾ എന്ത് ചെയ്യുന്നത് ഉണ്ടാകുന്നത്. ഒരു പ്രായം കഴിയുമ്പോൾ നമ്മൾ രാമ എന്ന് ജപിച്ച് പഠിക്കണം, എന്നാലേ മനസ്സ് പിടിച്ചെടുത്ത് നിൽക്കുന്നതാണ്. ആര് പിന്നെ ഇത് ഭാഗ്യത്തിന് വിവാദവുമില്ല. ശിവി എന്താ കാര്യം എന്നറിയാം, 1999 ഇപ്പോൾ പടം ഇറങ്ങിയിട്ട് എത്രയായി, 25 കൊല്ലം കഴിഞ്ഞ് 26ാമത്തെ കൊല്ലത്തിലേക്ക് കിടക്കും. അതുകൊണ്ട് ഭാഗ്യത്തിന് പത്രം ഒന്ന് രക്ഷപ്പെട്ടു പോയി. അപ്പോൾ ഇത് പോയി കണ്ടാൽ ആ നാട്ടിൽ ഈ പറയുന്ന പോലെ കൃഷ്ണ കള്ളകൃഷ്ണനാണ്, 16 ഭാര്യമാരുള്ളതാണ് എന്നൊക്കെ തിലക്കുള്ള തമാശകൾ, അത് കൃഷ്ണനോട് ബഹുമാനക്കുറവൊന്നും ഉള്ളതുകൊണ്ടല്ല, വളരെ രസകരമായ ആളുകൾ ആസ്വദിച്ചിരുന്നു. ഈ ഡയലോഗിന് പോലും തിയേറ്ററിൽ അന്ന് ഭയങ്കര കയ്യടിയും ബഹളവും ചിരിയും ഉണ്ടായത് ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, ഓർക്കുന്നുണ്ട്. അതായത് അതിഗംഭീരമായിട്ട് അത് അവതരിപ്പിച്ചേക്കണം. കണ്ടോ അതേ ഇപ്പോഴും എന്താണ് കൃഷ്ണ എന്ന് വിളിച്ചുകൊണ്ടിരിക്കണം. അതാണ് ആ കള്ള തിരുവാലിയെ പോലെ എന്ത് ചെയ്യുന്നത്, ഓരോ വേണ്ടാദിനങ്ങൾ എന്ത് ചെയ്യുന്നത് തോന്നുന്നത്. ഇനി ഒരു പ്രായം കഴിയുമ്പോഴെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യണം, രാമന്ന് ജപിച്ച് പഠിക്കണം, എന്നാലേ എന്ത് ചെയ്യാൻ പറ്റൂ, നമ്മളെ മനസ്സ് പിടിച്ചെടുത്ത് എന്ന് പറയുന്ന ഒരു ഡയലോഗ് ഉണ്ടല്ലോ, അതിഗംഭീരം. ഇപ്പോഴും അത് കിടക്കുന്നുണ്ട്, യൂട്യൂബിലുണ്ട്. 30 മിനിറ്റ് കഴിഞ്ഞിട്ട് 31ാമത്തെ മിനിറ്റിലാണ് ഈ രംഗം മാത്രം എടുത്ത് കണ്ടെങ്കിൽ മനസ്സിലാവും.
അപ്പോൾ മാധു ചിലപ്പോൾ ആ സിനിമ കണ്ടിട്ടുണ്ടാവില്ല, കാരണം മാധു ജനിച്ചിട്ട് അധികമായിട്ടുണ്ടാവില്ല. പക്ഷേ ഞാൻ പറയുന്നത് മാധു അത്തരത്തിൽ പത്രം പോലെ സിനിമ പക്ഷേ മാധു മിസ് ചെയ്യാൻ പാടില്ലാത്തതാണ്. കാരണം മാധ്യമ പ്രവർത്തനം തൊഴിലെടുക്കുന്ന ആളുകൾ കേരളത്തിൽ ഇറങ്ങിയിട്ടുള്ള നാരദൻ പോലെയുള്ള സിനിമയല്ല, യഥാർത്ഥത്തിൽ പത്രം പോലെയുള്ള സിനിമ എന്ത് ചെയ്യണം, കാരണം അതിഗംഭീരമായിട്ടുള്ള ഡയലോഗുകളിലൂടെ സുരേഷ് ഗോപി എന്ത് ചെയ്തിട്ടുണ്ട്, പെർഫോം ചെയ്തിട്ടുള്ളൊരു സിനിമയാണ്. ഇപ്പോൾ പുള്ളി കലിക്കലായി പോയി എന്ന് മാത്രമേ ഉള്ളൂ, മനസ്സിലായി. അപ്പോൾ അതുകൊണ്ട് ഇതാണ് യഥാർത്ഥത്തിൽ നമ്മുടെ നാട്ടിൽ അങ്ങനെ ചില പല ചൊല്ലുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എന്നെ പേടിപ്പെടുത്തുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നേരത്തെ ഇപ്പോൾ 1973 ഇറങ്ങിയിട്ടുള്ള നിർമാല്യം പോലൊരു സിനിമ എടുക്കാൻ പറ്റില്ല എന്നുള്ള അവസ്ഥയിൽ നിന്ന് ഇപ്പം എന്നെ പേടിപ്പെടുത്തുന്നത് ജിൻഡോ ജോൺ ഇതിന് മാപ്പ് പറയേണ്ടി വന്നതിലൂടെ കേരളം എത്രത്തിൽ വർഗീയമായി വിഭജിക്കപ്പെട്ടിരിക്കുന്നു, നമ്മൾ ഏത് കാലഘട്ടത്തിലേക്ക് എത്തിയിരിക്കുന്നു എന്ന് നിങ്ങൾ എന്ത് ചെയ്യണം, മനസ്സിലാക്കണം. ഇതിൻ്റെ നെറ്റ് എഫക്റ്റാണ് ഷിബിലി. ഇപ്പം സ്ത്രീ പ്രവേശനത്തിൽ നിങ്ങളുടെ നിലപാടെന്ത് എന്ന് ചോദിക്കുമ്പോൾ ഒരു രാഷ്ട്രീയക്കാരനും എന്ത് ചെയ്യാത്തത് മിണ്ടാത്തത്. ഞങ്ങളുടെ നിലപാട് മാറിയിട്ടില്ല, ഞങ്ങളുടെ നിലപാട് അത് തന്നെയായിരുന്നു, ഇപ്പോഴും നാളെയും ചിലപ്പോൾ എന്ത് ചെയ്യുമായിരിക്കും, അതായിരിക്കും എന്നൊക്കെ പറയുന്നത്. അതുകൊണ്ടാണ് ഇപ്പോഴെന്താണ് സ്ത്രീ പ്രവേശനം നടക്കരുത് എന്ന് പറഞ്ഞാൽ അഫിഡവിറ്റ് കൊടുക്കണമെന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? കാരണം ഇതുപോലൊരു അവസ്ഥ നിലവിലുള്ളതുകൊണ്ടാണ്. എന്താണ് ഗണപതി മിത്താണെന്ന് പറയുമ്പോൾ പോലും നമ്മൾ വലിയ തോതിൽ എന്ത് ചെയ്യുന്നു, അതിനെതിരെ പ്രതിഷേധിക്കാൻ പോകുന്നത് ഇത്തരത്തിലുള്ള മതപരമായിട്ടുള്ള ജാതീയമായിട്ടുള്ള ചിന്തകൾ, വിശ്വാസങ്ങൾ അതെല്ലാം തന്നെ ഫ്ലെയറപ്പ് ചെയ്യാനും അത് രാഷ്ട്രീയമായി ഉപയോഗിക്കാനും പറ്റുന്ന ഒരു കൃത്യമായിട്ടുള്ള ഭൂമികയായി 1999 2000 ഇറങ്ങിയ പത്രത്തിന് ശേഷം യഥാർത്ഥത്തിൽ എന്ത് ചെയ്തിരിക്കുന്നു, കേരളം മാറിയിരിക്കുന്നു. അതുകൊണ്ടാണ് മാതൃഭൂമിയുടെ ഫ്ലോറിൽ ഇരുന്നു കൊണ്ട് ഇത് കേൾക്കാത്തത് കൊണ്ടാണ് മാധു എന്നൊന്നും ഞാൻ വിചാരിക്കുന്നില്ല. പക്ഷെ മാധു അതുകൂടി എൻഡോസ് ചെയ്ത് ഇതിങ്ങനെയൊക്കെ പറയാറുണ്ട് എന്ന് പറഞ്ഞാൽ പാവം മാധുവിനും മാതൃഭൂമിക്കും ഒക്കെ വലിയ തലവേദനയാകും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. അതുകൊണ്ട് ജിൻഡോ ജോൺ ഇപ്പോൾ ഇത് പറഞ്ഞേക്കുന്നത് ജിൻഡോ ജോണിനെ അറിയാത്തതുകൊണ്ടല്ല, പകരം കോൺഗ്രസ്സിന് ഇത് തലവേദനയാകും എന്ന് പറഞ്ഞുകൊണ്ടാണ് ജിൻഡോ ഈ മാപ്പ് പറഞ്ഞേക്കുന്നത്. പിന്നെ ജിൻഡോ ജോണിൻ്റെ ഒപ്പം ഒരു ജോൺ ഉള്ളതുകൊണ്ട് വലിയ പ്രശ്നമാകും. അതുകൊണ്ടാണ് ഈ പറയുന്ന പ്രശ്നത്തിലേക്ക് ഉള്ളത്. അതേസമയം ഇപ്പോൾ വേറെ ആരെങ്കിലും പറയുമ്പോൾ അത്രത്തോളം വലിയ ബുദ്ധിമുട്ട് ഉണ്ടാവില്ല. അതുകൊണ്ട് ഈ മാപ്പ്, ജിൻഡോ ജോൺ പറഞ്ഞ മാപ്പ് കേരളത്തിൻ്റെ 25 കൊല്ലത്തെ മാറിയ വലിയ വർഗീയമായി വിഭജിക്കപ്പെട്ടതിൻ്റെ പ്രതിഫലനം കൂടിയാണ് എന്ന് മറക്കാതിരിക്കണം.